പ്രൈസ് ദി ലോർഡ്. ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന ഏവർക്കും വേഗം വരുന്ന യേശു കർത്താവിൻ്റെ നിസ്തുല നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഇത് പ്രഭാത വചന ചിന്തയ്ക്കായി വിശുദ്ധ തിരുവെഴുത്തിൽ നിന്നും ഒരു വേദഭാഗം നമുക്ക് വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 49-ാം വാക്യം. ശക്തനായവൻ എനിക്ക് വലിയ ചെയ്തിരിക്കുന്നു, അവൻ്റെ നാമം പരിശുദ്ധം തന്നെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മാതാവ് മറിയ പറയുന്ന ഒരു വാക്യമാണ് നമ്മളിവിടെ വായിച്ചത്. ശക്തനായവൻ എനിക്ക് വലിയ ചെയ്തിരിക്കുന്നു. ഇതിൻ്റെ പശ്ചാത്തലം, ദൈവദൂതൻ മറിയയുടെ അടുത്ത് ചെന്നിട്ട് കൃപ ലഭിച്ചുള്ള നിനക്ക് വന്ദനം, കർത്താവ് നിന്നോട് കൂടെയുണ്ട്, നീ ഭയപ്പെടേണ്ട, നീ ഒരു മകനെ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേർ വിളിക്കണം, അവൻ വലിയവനാകും, അത്യുന്നതൻ്റെ പുത്രൻ എന്ന് അവൻ വിളിക്കപ്പെടും, കർത്താവായ ദൈവം അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനത്തിൽ ഇരുന്ന് യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും എന്നുള്ള ദൈവദൂതൻ മറിയയ്ക്ക് കൈമാറുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഈ വന്ദനം കേട്ട്, ഈ ദൂത് കേട്ട് മറിയ ഭയപ്പെടുവാനിടയായി തീർന്നു. വിവാഹം കഴിക്കാത്ത, പുരുഷനെ അറിയാത്ത താൻ എങ്ങനെ ഗർഭവതിയായി ഒരു മകനെ പ്രസവിക്കുമെന്നുള്ള സന്ദേഹം തന്നിൽ ഉണ്ടാവുകയും തന്നത് ദൂതനോട് ചോദിക്കുകയും ചെയ്യുന്നത്. ദൂതൻ പറയുന്നു, ദൈവത്താൽ അസാധ്യമായ ഒരു കാര്യവും ഇല്ലല്ലോ. അത് ഏറ്റെടുക്കുന്ന മറിയോട് ദൈവദൂതൻ വീണ്ടും പറയുന്നു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, അങ്ങനെ ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. അപ്പോൾ മറിയ ദൈവസന്നിധി പറയുന്നുണ്ട്, തൻ്റെ ദാസിയുടെ താഴ്ച കടാക്ഷിച്ച ദൈവമെന്ന്. അപ്പോൾ താഴ്മയോടെ ദൈവസന്നിധിയിൽ ഇരുന്ന ദൈവത്തിൻ്റെ ദാസിയെ ദൈവം മാനിക്കുകയും ദൈവത്തിൻ്റെ പ്രവൃത്തി തൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുവാനിടയായി തീരുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. 3 കാര്യങ്ങളാണ് അവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. 1, ദൂതൻ പറയുന്നു ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ലല്ലോ. 2, മറിയ പറയുന്നു തൻ്റെ ദാസിയുടെ താഴ്ച കടാക്ഷിച്ച ഒരു ദൈവമുണ്ട്. 3, 49-ാം വാക്യത്തിൽ വായിക്കുന്നു, ശക്തനായവൻ എനിക്ക് വേണ്ടി വലിയ ചെയ്തു. വാക്കാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ പ്രയാസത്തിൻ്റെയും പ്രതിസന്ധിയുടെയും ആകുലതയുടെയൊക്കെ മധ്യയാണ് നാം ജീവിക്കുന്നെങ്കിൽ ഈ ദൈവത്തിന് നമുക്ക് വിശ്വസിക്കുക, മറിയെ ശക്തനാക്കിയ കർത്താവ് നമ്മെ ശക്തനാക്കുവാൻ മതിയായ ദൈവമാണ്. നമ്മുടെ ദൈവം വലിയവനാണ്, അവൻ ശക്തിമാനാണ്. ദൈവത്തിൻ്റെ പ്രത്യേകത, അവൻ സൃഷ്ടിക്കുന്ന ദൈവമാണ്, അവൻ നിലനിർത്തുന്ന ദൈവമാണ്, അവൻ പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ നമ്മളെ പ്രാപ്തരാക്കുന്ന ദൈവമാണ്. കാലം ആ ദൈവസന്നിധി നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഇന്ന് പകൽക്കാലം വചനം കേൾക്കുന്നതിൻ്റെ ജനത്തെ അവരുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിൽ ഇല്ലായ്മകളിലെ ഒരു സൃഷ്ടിപ്പ് ഇന്ന് പകൽക്കാലം ഉണ്ടാകട്ടെ. അവരുടെ ജീവിതത്തിലെ പ്രയാസത്തിന്റെ മധ്യേ നിലനിൽക്കുവാനുള്ള ഒരു കൃപ ദൈവം കൊടുത്താട്ടെ. ജീവിതത്തിൽ നേരിടുന്ന പ്രതിസന്ധികളെ തരണം ചെയ്യുവാനുള്ള ഒരു അഭിഷേകം ദൈവം കൊടുത്താട്ടെ. ശക്തനായവൻ ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് പകൽക്കാലം വലിയ ചെയ്യാൻ പോകുന്ന കൃപയ്ക്കായി സ്തോത്രം. മഹത്വം കർത്താവ് എടുത്തോട്ട് പ്രാർത്ഥന കേൾക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശു കർത്താവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ.